പറ്റുന്നില്ല. പക്ഷെങ്കിലും ഞങ്ങൾ ഇന്നത്തെ ഏറ്റവും വലിയൊരു സന്തോഷം എന്ന് പറഞ്ഞത് ഈ ഒരു നിമിഷമാണ്. മോളുടെ മനസ്സ് ഒന്നും പറയാലോ. അവൻ എന്നെ ഇട്ടിട്ട് പോയെങ്കിലുള്ളൂ എനിക്ക് അവനില്ലാണ്ട് പറ്റത്തില്ല. ഇന്നലെ അതിമനോഹരമായ ഒരു ലവ് സ്റ്റോറി കാണാനിടയായി. മഴവിൽ മനോരമയിലെ ഒരു ചിരി ഇരിച്ചിരി ബമ്പർ ചിരിയിലെ കോണ്ടസ്റ്റന്റ് ആയ യദുവിന്റെയും ജ്യോതികയുടെയും ലവ് സ്റ്റോറി കണ്ടു കഴിഞ്ഞപ്പോൾ നിങ്ങളുമായി പങ്കുവെക്കണമെന്ന് തോന്നി. അതുകൊണ്ട് മാത്രമാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. ഈ ബമ്പർ ചിരിയിൽ സ്റ്റാൻഡപ്പ് കോമഡി ചെയ്യുന്ന ഒരു പെൺകുട്ടിയാണ് ജ്യോതിക. ഈ യദുവും ജ്യോതികയും ഹൈസ്കൂൾ തൊട്ട് ഒരുമിച്ച് പഠിച്ചവരാണ്. അന്നൊന്നും അവർ തമ്മിൽ വലിയ കമ്പനി ഒന്നും ഇല്ല. പിന്നീട് +1 +2 സമയത്താണ് ഇവർ കൂടുതൽ അടുത്ത് പരിചയപ്പെടുന്നതും പരസ്പരം പ്രണയത്തിലാവുന്നതും ഒക്കെ. അങ്ങനെ കുറച്ചു കാലം കടന്നുപോയി. ഒരു വർഷം മുമ്പ് യദുവിന് ഒരു മേജർ ആക്സിഡന്റ് സംഭവിച്ചു. അമ്മയുമായി ബൈക്കിൽ പോകുന്ന സമയത്ത് എതിരെ വരുന്ന ബസ്സുമായി കൂട്ടിയിടിച്ചു. അമ്മക്ക് കാലിന് ചെറിയൊരു ഫ്രാക്ചർ മാത്രമേ സംഭവിച്ചുള്ളൂ. പക്ഷേ യദുവിന് സ്പൈനൽ കോഡിന് ഇഞ്ചറി പറ്റി. ഈ സ്പൈനൽ കോഡിന് ഇഞ്ചറി പറ്റി കഴിഞ്ഞാണെങ്കിൽ പിന്നെ എന്താണ് സംഭവിക്കാന്ന് ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞേണ്ട ആവശ്യമില്ലല്ലോ അല്ലെ. അത് തന്നെ സംഭവിച്ചു. യദുവിന്റെ ശരീരം അരക്ക് താഴോട്ട് തളർന്നു പോയി. കാലുകളുടെ ചലനശേഷി നഷ്ടപ്പെട്ടു. ഇപ്പോൾ മുഴുവൻ സമയവും വീൽ ചെയറിലാണ് സഞ്ചാരം. ഈ സ്പൈനൽ കോഡ് ഇഞ്ചറി വന്നു കഴിഞ്ഞാണെങ്കിൽ പിന്നെ റിക്കവറി സാധ്യത വളരെ കുറവാണ്. യദുവിനോടും ഡോക്ടേഴ്സ് അങ്ങനെ തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. പക്ഷേ യദുവും ജ്യോതികയും പ്രതീക്ഷ കൈവിട്ടില്ല. എല്ലാം ശരിയാക്കുമെന്ന് തന്നെയാണ് അവർ ഇപ്പോഴും വിശ്വസിക്കുന്നത്. അപ്പൊ ഈ ഒരു ലവ് സ്റ്റോറിയുടെ ഹൈലൈറ്റ് എന്താണെന്ന് വെച്ചാൽ യദുവിന് ആക്സിഡന്റ് സംഭവിക്കുന്ന സമയത്ത് ഇവർ തമ്മിലുള്ള എൻഗേജ്മെന്റ് പോലും കഴിഞ്ഞിട്ടില്ല. ഇവർ തമ്മിൽ ഇഷ്ടത്തിലാണെന്ന് വീട്ടുകാർക്ക് അറിയാമെന്നല്ലാതെ ഒഫീഷ്യലായ ഒരു ചടങ്ങ് നടന്നിട്ടില്ല. എന്നിട്ടും ആക്സിഡന്റിന് ശേഷം യദുവിന്റെ ശരീരം തളർന്നു പോയി എന്നറിഞ്ഞിട്ടും ജ്യോതിക യദുവിനെ ഉപേക്ഷിച്ചിട്ടില്ല എന്നുള്ളതാണ്. എല്ലാവരെ കൊണ്ടും കഴിയുന്ന കാര്യമില്ല അത്. കല്യാണം കഴിഞ്ഞവർ പോലും പാർട്ണർക്ക് എന്തെങ്കിലും ഗുരുതരമായിട്ടുള്ള അസുഖം വന്നു കഴിഞ്ഞാൽ ഉപേക്ഷിച്ച് പോകുന്നത് നമ്മൾ എത്രയോ കണ്ടിട്ടുണ്ട്. അവിടെയാണ് ജ്യോതിക വേറിട്ട് നിൽക്കുന്നത്. ജ്യോതികയുടെയും യദുവിന്റെയും പ്രണയത്തിന്റെ തീവ്രത നമുക്ക് ഊഹിക്കാവുന്നതിലും അപ്പുറമാണ്. മാത്രമല്ല യദുവിന് ആക്സിഡന്റ് ആവുന്നതിന് മുമ്പ് ജ്യോതികയുടെ വീട്ടുകാർക്കൊക്കെ ഈ പ്രണയത്തിന് എതിർപ്പായിരുന്നു. എന്നാൽ ആക്സിഡന്റിന് ശേഷം യദു ഇങ്ങനെ ഒരു അവസ്ഥയിലായപ്പോൾ എല്ലാവരും ജ്യോതികയെ സപ്പോർട്ട് ചെയ്തു. ജ്യോതിക ഒരിക്കലും യദുവിനെ ഉപേക്ഷിക്കാൻ തയ്യാറല്ലായിരുന്നു. വീട്ടുകാരുടെയും കൂടി സപ്പോർട്ട് കിട്ടിയതോടെ അവൾ യദുവിനെ ചേർത്ത് പിടിച്ചു. എന്തായാലും കഴിഞ്ഞ ദിവസത്തെ ബമ്പർ ചിരിയിലെ പെർഫോമൻസിൽ ജ്യോതികയുടെ പെർഫോമൻസ് കാണാൻ യദുവും കൂടി വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് എല്ലാവരും ജ്യോതികയുടെയും യദുവിന്റെയും ലവ് സ്റ്റോറിയെ കുറിച്ച് അറിയുന്നത്. നമുക്ക് എന്തായാലും യദു എന്ന എപ്പിസോഡിന്റെ ചില ഭാഗങ്ങളൊന്ന് കണ്ടുനോക്കാം. ഹോസ്പിറ്റലിലായിരുന്നു. ഹോസ്പിറ്റലിൽ അനസ്തേഷ്യോളജിസ്റ്റ് ആയിരുന്നു. ഇപ്പൊ ഒന്നും ചെയ്യുന്നില്ല. ഇപ്പൊ ആക്സിഡന്റ് പറ്റിയിട്ടിരിക്കാം. കഴിഞ്ഞ വർഷം ഞാൻ വന്നപ്പോഴായിരുന്നു. ഇപ്പം ഒന്നും ചെയ്യുന്നില്ല. വീട്ടിൽ ആക്സിഡന്റ് ഒരു പ്രൈവറ്റ് ബസ് വന്ന് ഇടിച്ചതാ. എന്നിട്ട് സ്പൈനൽ കോഡ് ഇഞ്ചറി പറ്റിയേക്കുക. സ്പൈനൽ കോഡ് ഇഞ്ചറി പറ്റിയിരിക്കുക. അതിന്റെ ട്രീറ്റ്മെന്റിൽ വല്ലതാണോ? ട്രീറ്റ്മെന്റിലാണ്. നെഞ്ചിന് താഴോട്ട് പാലീസറാണ്. ഓക്കെ, ഒന്ന് ജീവിച്ച് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഒരു ആക്സിഡന്റിന്റെ രൂപത്തിൽ വലിയൊരു ദുരന്തം ഇവരുടെ ജീവിതത്തിൽ സംഭവിച്ചു. പക്ഷെ രണ്ടുപേരും തളർന്നിരിക്കാൻ തയ്യാറല്ല എന്നുള്ളതാണ്. പലരും ആകെ തകർന്നു പോകുന്ന ഒരു സിറ്റുവേഷൻ ആണിത് അല്ലെ. ജീവിതം തന്നെ മടുത്തു പോകുന്ന അവസ്ഥയായിരിക്കും. ഇവരും അങ്ങനെ ഒരു ഫേസിലൂടെ കടന്നു പോയിട്ടുണ്ടാവണം. പക്ഷെ രണ്ടുപേരും അത് ഓവർകം ചെയ്തു എന്നുള്ളതാണ്. പരസ്പരം താങ്ങായും തണലായും അവരവരുടെ പ്രണയത്തിൽ ഉറച്ചു നിന്നു. ബാക്കി കേട്ടോക്കാം. പറയാൻ പറ്റില്ല. അപ്പൊ നിങ്ങളുടെ പ്രണയമാണെന്നേ ഉള്ളൂ അതോ എൻഗേജ്മെന്റ് ഉറപ്പിച്ച് വെച്ചേക്കുവാ? ഈ ആക്സിഡന്റ് മുന്നേ വരെ അങ്ങനെ അത്ര സമ്മതിച്ചില്ല. പക്ഷെ ആക്സിഡന്റ് കഴിഞ്ഞതിന് ശേഷം വീട്ടുകാരൊക്കെ സമ്മതിച്ചു. ആക്സിഡന്റ് മുമ്പിൽ നിങ്ങളുടെ പ്രണയം സമ്മതിച്ചില്ല. ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ആക്സിഡന്റ് കഴിഞ്ഞ അതൊരു അത്ഭുതം തന്നെയാണ് അല്ലെ. യദുവിന് ആക്സിഡന്റ് സംഭവിക്കുന്നതിന് മുമ്പ് ഇവരുടെ പ്രണയത്തിന് സമ്മതം ഉള്ളാതിരുന്ന ജ്യോതികയുടെ വീട്ടുകാർ. പക്ഷെ ആക്സിഡന്റ് സംഭവിച്ചു കഴിഞ്ഞു. യദുവിന് അരയ്ക്ക് താഴെയുള്ള ചലനശേഷി നഷ്ടപ്പെട്ടു എന്ന് മനസ്സിലാക്കിയിട്ട് പോലും ആ ബന്ധത്തിന് സമ്മതിച്ചു എന്ന് പറയുമ്പോൾ അതൊരു അത്ഭുതം തന്നെയാണ്. സ്വന്തം മോളെ എങ്ങനെയും ബ്രെയിൻ വാഷ് ചെയ്ത് ബന്ധത്തിൽ നിന്നും ഒഴിവാക്കാനാണ് ഒട്ടുമിക്ക മാതാപിതാക്കളും ആ സമയത്ത് ശ്രമിക്കുക. അവിടെയാണ് ജ്യോതികയുടെ മാതാപിതാക്കൾ വ്യത്യസ്തരാവുന്നത്. അവർ ഈ ലോകത്തിന് നൽകുന്ന സന്ദേശം വളരെ വലുതാണ്. സത്യം പറഞ്ഞാൽ പറയാൻ വാക്കുകളില്ല. ബാക്കി കേട്ടോ. നമ്മുടെ സ്റ്റാൻഡപ്പ് ജഡ്ജി ഉണ്ടെന്ന് തോന്നുന്നു. ഇതെന്താ കാര്യം അറിഞ്ഞിട്ട് അതെന്താ സമ്മതിക്കേണ്ടിരുന്നേ? അല്ല, ലവ് മാരേജ് ആണല്ലോ. അപ്പം ലവ് ആണല്ലോ. അപ്പം അച്ചാച്ചന് എന്തോ ഫസ്റ്റ് കുറച്ച് എന്തൊക്കെ എല്ലാ വീട്ടിലും കാണുമല്ലോ. ഫസ്റ്റ് സമ്മതിക്കത്തില്ല. പക്ഷെ എപ്പോഴെങ്കിലൊക്കെ സമ്മതിക്കുമെന്ന് അറിയായിരുന്നു. പക്ഷെ ആക്സിഡന്റ് പറ്റി കഴിഞ്ഞപ്പോഴത്തേന് ഇപ്പൊ എന്നെക്കാട്ടും ഇഷ്ടം എന്റെ വീട്ടുകാർക്ക് അതിന്. ഒന്നും പറയാനില്ല. ജ്യോതികയുടെ മാതാപിതാക്കൾ കീപ്പ് ചെയ്യുന്ന മോറൽ വാല്യൂസ് വളരെ വലുതാണ്. വിശാലമായ മനസ്സാണ് അവരുടേത്. അങ്ങനെയുള്ള ആളുകൾക്ക് മാത്രമേ ഇങ്ങനെ ഒരു തീരുമാനം എടുക്കാൻ കഴിയുള്ളൂ. ജ്യോതികയ്ക്ക് കിട്ടിയ പാരന്റിങ് എത്ര അടിപൊളിയായിരിക്കും എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ജ്യോതികയുടെ ഏറ്റവും വലിയ ഭാഗമാണ് ഈ മാതാപിതാക്കൾ എന്ന് നിസ്സംശയം പറയാം. ബാക്കി കേട്ടോക്കാം. പക്ഷെ അവരുടെ ഇപ്പൊ രണ്ട് വീട്ടുകാരുടെ സമ്മതത്തെക്കാൾ കൂടുതൽ ഞങ്ങള് ചെട്ടിയിരിക്കുന്ന അതിലാണ്. കാരണം ഇന്നത്തെ കാലഘട്ടത്തിൽ എന്തെങ്കിലും ഒരു കുഞ്ഞു കാര്യം പറഞ്ഞ് ടോക്സിക് ആണെന്നും പറഞ്ഞിട്ട് എല്ലാവരും ഉപേക്ഷിച്ചു പോണ ഈ കാലഘട്ടത്തിൽ അദ്ദേഹത്തിന് അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടും താൻ കൂടെ നിന്നതിലാണ് സത്യം. വലിയൊരു കയ്യടി മോളെ.
അത്രേ ഉള്ളൂ. ഇതിനും ചെറിയ കാരണങ്ങൾ കൊണ്ട് പ്രണയവും വിവാഹ ജീവിതവും ഒക്കെ ഉപേക്ഷിച്ച് പോകുന്ന എത്ര ആളുകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. പിന്നെ ചിലതൊക്കെ ജെന്യുവൻ ആയിട്ടുള്ള കാര്യങ്ങൾ കൊണ്ട് തന്നെ ആകും കേട്ടോ, അത് വേറെ കാര്യം. ബിബിൻ ജോർജ് ഇവിടെ പറഞ്ഞൊരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്, ചെറിയ എന്തെങ്കിലും പ്രശ്നത്തിന് ടോക്സിക് ആണെന്നും പറഞ്ഞ് പിണങ്ങി പോകുന്ന ആളുകളാണ് ഇവിടെ ഉള്ളതെന്ന് ബിബിൻ ജോർജ് പറയുന്നുണ്ട്. അതിനോട് എനിക്ക് യോജിപ്പില്ല. ടോക്സിക് ബിഹേവിയറിനെ നോർമലൈസ് ചെയ്യുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ആയി പോയത്. ജ്യോതികയുടെ സംഭവം ടോക്സിക് ബിഹേവിയറും തമ്മിൽ യാതൊരു ബന്ധവും ഇല്ലല്ലോ, പിന്നെ എന്തിനാണ് വെറുതെ അതൊന്നും തമ്മിൽ കൂട്ടിക്കെട്ടാൻ നോക്കുന്നത്? പങ്കാളിയുടെ ടോക്സിക് ക്യാരക്ടർ കാരണം ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന എത്രയോ ആളുകൾ നമുക്കിടയിലുണ്ട്. അവരൊന്നും ബന്ധം ഉപേക്ഷിക്കാതെ കടിച്ചു പിടിച്ച് നിൽക്കണമെന്ന് പറയാൻ പറ്റുമോ? ഒരിക്കലുമില്ല. ടോക്സിക് ക്യാരക്ടർ കാരണം ഇല്ലാതാവുന്ന ബന്ധങ്ങളെ കുറിച്ച് പറയാൻ വേണ്ടി ജ്യോതികയുടെയും യദുവിന്റെയും ലവ് സ്റ്റോറി ഉപയോഗിക്കുന്നത് ഒട്ടും ശരിയല്ല. ഇവിടെ അല്ലാതെ തന്നെ അവീത ബന്ധങ്ങളായിട്ടും സമ്പത്ത് കുറഞ്ഞു പോയതിന്റെ പേരിലും പിന്നെ അസുഖങ്ങൾ വന്ന പങ്കാളി ഉപേക്ഷിച്ച് പോകുന്നതുമായിട്ടുള്ള ഒരുപാട് സംഭവങ്ങൾ നടക്കുന്നുണ്ടല്ലോ. അങ്ങനെയുള്ള ആളുകൾക്ക് ഒരു പാഠപുസ്തകം തന്നെയാണ് ജ്യോതികയുടെ ജീവിതം എന്ന് തന്നെ നമുക്ക് പറയാം. ബാക്കി കേട്ടോക്കാം. അവൻ എന്നെ ഇട്ടിട്ട് പോയെങ്കിലുള്ളൂ എനിക്ക് അതില്ലാണ്ട് പറ്റത്തില്ല. ഇതൊക്കെ കേൾക്കുമ്പോഴാണ് മഞ്ജുപിള്ള പറഞ്ഞ പോലെ തന്നെ സ്വീറ്റ് എന്നല്ലാതെ വേറെ എന്ത് പറയാനല്ലേ. ജ്യോതികയെ പോലുള്ള ഒരു പങ്കാളിയെ കിട്ടിയത് യദുവിന്റെ ഏറ്റവും വലിയ ഭാഗ്യമാണ്. ഇനി യദു വേദിയിലേക്ക് വന്ന് സംസാരിക്കുന്നുണ്ട്, അതൊന്ന് കേട്ടോക്കാം. ഹലോ, എന്താ പേര്? എന്റെ പേര് യദു. യദു? യദു കൃഷ്ണ. ചെങ്ങന്നൂർ തന്നെയാണോ? ആ, ചെങ്ങന്നൂർ തന്നെ. ആണോ? നിങ്ങൾ എങ്ങനെയാ ആദ്യം കണ്ടേ? ഞങ്ങള് പണ്ട് മുതൽ ഒരു സ്കൂളിലാണ് പഠിച്ചത്. ആഹാ. പക്ഷെ +2 കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ കണ്ടിട്ടുള്ളത്. 8ാം ക്ലാസ് മുതൽ ഒരു സ്കൂളിലായിരുന്നു. ആഹാ. +1 +2 ആണ് കണ്ടത്. ഓക്കെ ഓക്കെ ഓക്കെ. എത്ര കൊല്ലം പ്രേമിച്ചു? 7 കൊല്ലം. കറക്റ്റ് എനിക്കറിയത്തില്ല. ഓക്കെ, എത്ര കൂളായിട്ടും രസകരമായിട്ടുമാണ് യദു സംസാരിക്കുന്നത് അല്ലേ. ഇപ്പൊ ലോകത്തിൽ ഏറ്റവും വലിയ സന്തോഷവാൻ യദു ആയിരിക്കും. പ്രണയത്തിന്റെ ശക്തി എന്നല്ലാതെ എന്ത് പറയാനല്ലേ. ബാക്കി കണ്ടോക്കാം. ചോദിക്കുന്നുണ്ടെന്ന് വിചാരിക്കരുത്. ഡോക്ടേഴ്സ് എന്താ പറയുന്നത്? അവര് ഇത് ഓക്കെ ആവുമെന്ന് പറയുന്നുണ്ടോ? എന്തെങ്കിലും അത് സ്പൈനൽ കോഡ് ഇഞ്ചുറി ആയതുകൊണ്ട് ഒന്നും ക്ലിയർ ആയിട്ട് പറയാൻ പറ്റത്തില്ല. നെർവ് ഡാമേജ് ആയതുകൊണ്ട് ചിലപ്പോ ശരിയാവും, ചിലപ്പോ ശരിയാവും. അതൊക്കെ ശരിയാവും. പോസിറ്റീവായിട്ട് ചിന്തിക്കാം, നമുക്ക് ശരിയാവും. അതിനകത്തൊരു വലിയ ഘടകം എന്ന് പറയുന്നത് നിങ്ങൾ ഇത്രയും ആക്റ്റീവായിട്ടും പോസിറ്റീവായിട്ടും ഇതിനെ എടുക്കുന്നതുകൊണ്ട് തന്നെ അത് ശരിയാവും. നമ്മളിതിൽ വളരെ ഡെസ്പായി പോയാൽ ചിലപ്പോൾ നമുക്ക് ആ പ്രതീക്ഷയൊക്കെ പോകാൻ ഹോപ്പ് എന്ന് പറയുന്ന ഒരു വലിയ കാര്യമാണ് അതിനകത്ത്. അതെ, ഒരിക്കലും പ്രതീക്ഷ കൈവിടരുത്. ഇനിയിപ്പോ ഈ രോഗാവസ്ഥയിൽ നിന്നും രക്ഷപ്പെടാൻ കഴിഞ്ഞില്ലെങ്കിൽ പോലും മുന്നോട്ട് ജീവിക്കണ്ടേ. അതിന് നമ്മുടെ ഉള്ളിൽ ഒരു പ്രതീക്ഷയും പോസിറ്റിവിറ്റിയും അത്യാവശ്യമാണ്, അല്ലെങ്കിൽ മനസ്സ് മരവിച്ചു പോകും. എന്തായാലും ഏത് ജ്യോതികയുടെ കൂടെ ഉള്ളത്, യാതൊരു പേടിയും വേണ്ട, അവൾ നോക്കിക്കോളും എല്ലാം. ബാക്കി കണ്ടോക്കാം. സമൂഹത്തിന്റെ ഒരു വലിയ വിഷയം എന്ന് പറയുന്നത് ജനറലൈസ് ചെയ്യുന്നതാണ്. നമ്മൾ ഒരു മതത്തിൽ ഒരാളെ കുറ്റം പറഞ്ഞാൽ മാത്രമുള്ള എല്ലാവരും അതിന് വേദനിക്കും. നമ്മളൊരു വ്യക്തിനെ ആയിരിക്കും പറഞ്ഞത്. അങ്ങനെ ഏത് കാര്യത്തിനും ജനറലൈസ് ചെയ്യും നമ്മളെപ്പോഴും. അപ്പോൾ ഇപ്പോൾ ഈ 2K കിഡ്സ് അല്ലെങ്കിൽ പുതിയ പിള്ളേരിൽ പലരെയും തലമുറ തിരിഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ആക്രമിക്കുന്ന, ചീത്ത പറയുന്ന പുതിയ പിള്ളേർ പലരും പ്രശ്നമാണ്, കുഴപ്പമാണെന്നൊക്കെ പറയുന്ന സാഹചര്യത്തിൽ അതേ ബാച്ചിൽപ്പെട്ട അതേ പുതിയ തലമുറയിൽപ്പെട്ട ചിലരാണ് ഇപ്പോൾ നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന രീതിയിൽ ഇവിടെ നിൽക്കുന്നതും പറഞ്ഞുകൊണ്ടിരിക്കുന്നതും. അതൊരു വലിയ കാര്യമാണ്. അവരെ പിഷാരടി ആ പറഞ്ഞതൊരു പോയിന്റാണ്. കുറച്ചു കാലമായി നമ്മുടെ സമൂഹത്തിൽ ഏറ്റവും കൂടുതൽ നെഗറ്റീവ് ഇമേജ് ഉണ്ടാക്കിയ ഒരു തലമുറയാണ് 2K കിഡ്സിന്റേത് അല്ലേ. അതിന് അതിന്റേതായ കാരണങ്ങൾ ഉണ്ടെങ്കിൽ പോലും അതിനിടയിൽ കൂടി ജനറലൈസേഷൻ എന്ന പരിപാടി നല്ലോണം നടന്നിട്ടുണ്ട്. അതൊരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല. 2K കിഡ്സ് മുഴുവനും അക്രമകാരികളാണ്, മയക്കുമരുന്നിന് അടിമകളാണ്. അങ്ങനെ ഒരു തലമുറയെ മുഴുവൻ അടിച്ചാക്ഷേപിക്കുന്ന ഒരു രീതി ഈയിടെ കണ്ടുവരുന്നുണ്ട്. 2K ആയാലും 90s ആയാലും 80s ആയാലും എല്ലാവരും കണക്ക് തന്നെ. അത്ര വലിയ പുണ്ണാളന്മാരായിട്ടൊന്നും ആരും ഇവിടെ ഇല്ല. എല്ലാവർക്കും ആ കാലഘട്ടത്തിനനുസരിച്ചിട്ടുള്ള പോസിറ്റീവും നെഗറ്റീവും ഉണ്ട്. ഇവിടെ ജ്യോതികയും യദുവും 2K കിഡ്സ് ആണ്. ഇവിടെ പിഷാരടി പറഞ്ഞ പോലെ തന്നെ എല്ലാവരും കുറ്റപ്പെടുത്തുന്ന 2K കിഡ്സ് തന്നെയാണ് പ്രണയത്തിന്റെ ഏറ്റവും വലിയ ഉന്നതമായ മാതൃകയായിട്ട് നമ്മുടെ മുന്നിലുള്ളത്. കൂടുതലൊന്നും ഞാനിവിടെ പറയുന്നില്ല. ഇതുപോലെ സന്തോഷത്തോടെ സമാധാനത്തോടെ ജീവിക്കാൻ സാധിക്കട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. എന്താണെന്ന് കേട്ട് നിങ്ങൾക്ക് തോന്നുന്നത് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ. പുറത്തൊരു ടോപ്പിക്കുമായി കാണാം.